ഹലോ ഗായ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് തിരിച്ച് ദുബായ്ക്ക് പോവാണ്. അപ്പോൾ നമ്മളിന്ന് സ്വിറ്റ്സർലൻഡിലോട് ടാറ്റ ബൈ ബൈ പറയുകയാണ്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, നേരെ പാക്കൊക്കെ ചെയ്ത് എയർപോർട്ടിലോട്ട് പോകാം, സൂറിക് എയർപോർട്ട്. അങ്ങനെ നമ്മൾ സൂറിക് എയർപോർട്ട് എത്തി. ചെക്കിൻ എല്ലാം കഴിഞ്ഞു. നമ്മൾ ഡ്യൂട്ടി ഫ്രീയിലാണുള്ളത്. ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഈ സാധനം കണ്ടോ, അടിപൊളി. ഇതൊരു വോഡ്ക ആണ്, പക്ഷേ ഇതിനകത്ത് ഇങ്ങനൊരു മൗണ്ടൻ, ഇങ്ങനെ സ്വിസ് ആൽപ്സ് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്തിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. അതിൻ്റെ ജിന്നുണ്ട്, വോഡ്കയുണ്ട്. അങ്ങനെ അച്ഛനൊരു ഗിഫ്റ്റ് പാർക്കുഞ്ഞൊക്കെ എടുത്തു. ആർക്കത്? ബാലുവച്ചനാ? എന്താ ഗിഫ്റ്റാണോ? ആരുടെ? പാർക്കുഞ്ഞിൻ്റെ ഗിഫ്റ്റാണോ? അടിപൊളി. അപ്പം അച്ഛൻ ഹാപ്പിയാവും. അച്ഛന് ന്യൂ ഇയർ. Okay guys, so let's go and see more കാഴ്ചകൾ ഓഫ് സൂറിക് എയർപോർട്ട്. ചോക്ലേറ്റ് ഒരു സൈഡിൽ, കള്ള് വേറെ സൈഡിൽ, വാച്ച് വേറെ സൈഡിൽ. 3 സാധനങ്ങളാണ് മെയിൻ. ഇതുണ്ടോ, ഡിസ്കവർ സ്കോട്ട്ലൻഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ കിയോസ്ക് ഒക്കെ ഉണ്ട്. കുറേ സാധനങ്ങളൊക്കെ ഇവിടുന്ന് മേടിക്കാൻ പറ്റും. സോനിയേഴ്സ് നമ്മൾ കുറേ മേടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു പെട്ടി നിറയെ അതാ സാധനങ്ങൾ. പിന്നെ ദുബായ് സ്റ്റൈൽ ലിൻഡിൻ്റെ ചോക്ലേറ്റ്, ലിൻഡോർ നമ്മൾ ഇന്നലെല്ലാം മേടിച്ചതാണ്. സോ പിന്നെ ഇവിടെ കുറേ ലിക്കേഴ്സൊക്കെ മേടിക്കാൻ പറ്റും. സോ ലെറ്റ്സ് ഗോ ടു ദ ഗേറ്റ്സ്. ഇവിടെ അവിടെ ആ സ്വിസ്സിൻ്റെ ഫ്ലൈറ്റ്സ് കിടക്കുന്നുണ്ടോ, നല്ല രസം അല്ലേ, അടിപൊളി. ഇപ്പോഴത്തെ സൈഡിൽ മുഴുവൻ പെർഫ്യൂംസ് ആണ് ഈ ഡ്യൂട്ടി ഫ്രീയുടെ. അവിടെ നമുക്ക് പ്രാഡ, ഗുച്ചി അങ്ങനെയുള്ള എല്ലാ മേജർ ബ്രാൻഡ്സിൻ്റെ പെർഫ്യൂംസ് കാണാം. സരോസ്കി ക്രിസ്റ്റൽസ് ഒക്കെ വേണ്ടവർക്ക് അത് മേടിക്കാം. പിന്നെ ഇവിടെ കാൽവിൻ ക്ലെയിൻ, ബോസ് ആൻഡ് ബില്ലിംഗ് കൗണ്ടർ. ഗൈസ്, ഞാൻ ഇവിടെ നിന്നൊരു വെള്ളം മേടിച്ചു കേട്ടോ. വെള്ളം മേടിച്ചെന്ന് പറഞ്ഞാൽ പലയിടത്തും നമ്മൾ വെള്ളം മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വെള്ളത്തിന് വലിയ കഥ പറയാനുണ്ട്. കാരണം ഈ ഒരു വെള്ളത്തിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 2.5 സ്വിസ് ഫ്രാങ്ക് ആണ്. ഞാൻ ഇവിടെ കണ്ടതിനകത്ത് ചീപ്പസ്റ്റ് വാട്ടറാണ് ഈ സംഭവം. 2.5 സ്വിസ് ഫ്രാങ്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം 12.5 ദിർഹംസ് വരും. അതായത് ഇന്ത്യൻ റുപ്പീസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 300 രൂപ വരും ഈ വെള്ളത്തിന്. ഞാൻ വേറൊരിടത്തുനിന്ന് മേടിച്ചത് വെള്ളം 6 ഫ്രാങ്കിനാണ്. അതായത് ഏകദേശം 30 ദിർഹംസിനാണ്. 30 ദിർഹംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെള്ളത്തിന് 30 ദിർഹംസ്. എന്താണ് ഗൈസ്, എന്താണ്? വെള്ളമൊക്കെ അഫോർഡബിൾ ആക്കണ്ടേ? ഇവിടെ കല്ലിനേക്കാളും വില കുറവാണ്. ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? വെള്ളത്തിനാണ് വില, കല്ലിന് വിലക്കുറവ്. എന്താണ് നടക്കുന്നത്? അതായത് 30 ദിർഹംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 750 രൂപ ഒരു വെള്ളത്തിന്. ഒരു കുപ്പി വെള്ളത്തിന് 750 രൂപ. എങ്ങനെ ആൾക്കാർ വെള്ളം കുടിക്കും സ്വിറ്റ്സർലൻഡിൽ വന്നിട്ട്? ഇതൊക്കെ കഷ്ടമാണ്. ഇതിനെ പ്രതികരിക്കണം നമ്മൾ, അല്ലേ? പ്രതികരിക്കുവാർക്കും ഞാൻ പ്രതികരിക്കുക. വെള്ളം ഒരു രക്ഷയില്ല. ഞങ്ങൾ കുറച്ച് സ്വിസ് ഫുഡൊക്കെ ട്രൈ ചെയ്തു. സ്വിസ് സ്പ്രിംഗ് റോൾ, സ്വിസ് സോസേജ്, സ്വിസ് സാൽമൺ. ഞങ്ങളുടെ സ്വിസ് സാൽമൺ കൊള്ളാം. ഞങ്ങളുടെ സ്വിസ് സ്പ്രിംഗ് റോൾ. ഏത് ബാഗ്? ബാഗിൽ ഇവിടെ ഉണ്ട് ഗൈസ്. സോസേജ് കൊള്ളാം, നല്ല ട്രൈ ചെയ്തു. അങ്ങനെ നമ്മൾ സ്വിറ്റ്സർലൻഡിലൂടെ ടാറ്റ ബൈ ബൈ പറയുകയാണ്. വി ആർ ഗോയിങ് ഡയറക്ട്ലി ടു ജോർദാൻ ആൻഡ് ഫ്രം ജോർദാൻ ടു ദുബായ്. സോ ഈ ഫ്ലൈറ്റിലാണ് നമ്മൾ പോകുന്നത്. എയർബസ് A320 ആണെന്ന് തോന്നുന്നു, ഐ എം നോട്ട് ഷുവർ. നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്ത് യഥാർത്ഥത്തിൽ എയർബസ് A320 ആയിരുന്നു. ഇത് ആക്ച്വലി എംബ്രർ E190 ആട്ടോ, എയർബസ് അല്ല. എയർബസ് A321 നമ്മൾ വന്നത്. ഇപ്പോൾ എംബ്രർ E190 നമ്മൾ തിരിച്ചു പോകുന്നത്. ഇതാണ് സൂറിക് എയർപോർട്ട്. കൊള്ളാം അല്ലേ? ആൾക്കാരൊക്കെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. ഇവിടെ ഫ്ലൈറ്റ് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് പോലെ ഇരിക്കും, ഒരു കുഞ്ഞി പ്രൈവറ്റ് എയർക്രാഫ്റ്റ് പോലെ ഇരിക്കും, പ്രൈവറ്റ് ജെറ്റ് പോലെയാണ്. 4 സീറ്റേ ഉള്ളൂ ഒരു റോയിൽ, 4 സീറ്റ്, കുഞ്ഞ് ഫ്ലൈറ്റ്.
പക്ഷെ ഇവിടെ നല്ല ഫ്ലൈങ് ടൈം ഉണ്ട്. ഓൾമോസ്റ്റ് എത്ര ഫ്ലൈങ് ടൈം ഉണ്ട്? 4 hours. നമ്മളത് ഇങ്ങോട്ട് ഫ്രാൻസിലോട്ട് വന്ന സമയത്ത് 5.5 hours ഉണ്ടായിരുന്നു. ഇതിപ്പോൾ 4.5 hours ഉള്ളൂ. കാരണം നമ്മൾ സൂറിക്കിൽ എത്തിയല്ലോ. സോ ദിസ് ഇസ് വാട്ട് ഇറ്റ് ഈസ്. നമ്മളിപ്പം ടേക്ക് ഓഫ് ചെയ്യും. നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫിന് റെഡിയായി. അങ്ങ് ദൂരത്തെ സ്വിസ് എയർലൈൻ്റെ ഫ്ലൈറ്റ്സ് കിടക്കുന്നുണ്ടോ? ഇതാണ് അവരുടെ ലോഗോയും കാര്യങ്ങളെല്ലാം. ആ ഒരു ഫിന്നിൽ സ്വിസ് ഫ്ലാഗ് കാണാം. പിന്നെ സ്വിസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഫുള്ള് സ്വിസ് ഫ്ലൈറ്റ്സ് ആണ് കിടക്കുന്നത്. നമ്മൾ ആക്ച്വലി ക്യൂവിലാണ്. നമ്മുടെ തൊട്ട് മുന്നേ ഒരു ടർക്കിഷ് എയർലൈൻസ് പോയി, അതിനുശേഷം ഒരു സ്റ്റാർ എയർലൈൻസിൻ്റെ ഒരു ഫ്ലൈറ്റ് പോയി. പിന്നെ ഇപ്പോൾ ഇത് കണ്ടത് ഒരു പ്രൈവറ്റ് ജെറ്റ് ഇവിടെ എടുക്കാൻ പോകണം. ഇതൊരു എംപററാണ്. ഇനി അടുത്ത നമ്മളാണ്. നമ്മളങ്ങനെ ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. അങ്ങനെ സൂറിക് എയർപോർട്ടിലോട്ട് നമ്മൾ ടാറ്റ ബൈ ബൈ പറയുന്നു. ഇവിടെ സ്വിസ് എയർലൈൻസ് കിടക്കുന്നതാണ്. സൂറിക് എയർപോർട്ടിൽ നിന്നും ജോർദാനിലെ അമാൻ എയർപോർട്ട് ലക്ഷ്യം വെച്ച് നമ്മൾ നമ്മളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. യെസ്, ഞാൻ നല്ല മൗണ്ടൻസിൻ്റെ വ്യൂ പ്രതീക്ഷിക്കുന്നു. എടുത്ത് ഒന്ന് പൊങ്ങിക്കഴിയുമ്പോഴത്തേക്ക് മൗണ്ടൻസിൻ്റെ വ്യൂ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് നോക്കാം. അങ്ങ് അപ്പുറത്തും ഒരു ഗ്രൗണ്ടുണ്ട്. അവിടെ മുഴുവനും സ്വിസ് ഫ്ലൈറ്റ്സ് ആണ് കിടക്കുന്നത്. ഗ്രൗണ്ട് കണ്ടോ? അവിടെ മുഴുവൻ സ്വിസ് ഫ്ലൈറ്റ്സ് ആണ്. സൂറിക് സിറ്റി, സൂറിക് സിറ്റിയുടെ മേളിൽ കൂടെ, സൂറിക് സിറ്റി എയർപോർട്ടിൻ്റെ അടുത്ത് കൂടെ നമ്മളിങ്ങനെ പൊങ്ങുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താഴെ സിറ്റിയാണ്, മേഘങ്ങൾ, അപ്പുറത്തെ സ്വിസ് മൗണ്ടൻസ്. അതിമനോഹരമായൊരു കാഴ്ച. Sit back, relax, and enjoy your flight. ഗൈസ്, ഇതാണ് നമുക്ക് ഫ്ലൈറ്റിൽ കിട്ടിയ ഫുഡ്. സം റൈസ് വിത്ത് ചിക്കൻ, വിത്ത് സം സാലഡ്, വിത്ത് ഡെസേർട്ട്, വിത്ത് ബൺ ഞാനൊന്ന് കടിച്ചു. ഞാൻ തന്നെ കടിച്ചത്, പേടിക്കണ്ട. വെള്ളം, പിന്നെ ജ്യൂസൊക്കെ ഉണ്ട്. നമ്മൾ സൂറിക്കിൽ നിന്ന് അമാൻ പോകുന്ന ഫ്ലൈറ്റാണ്. കൊച്ചു ഫ്ലൈറ്റ് ആണെങ്കിലും ഫുഡൊക്കെ ഉണ്ടല്ലേ. പാർക്കുഞ്ഞ ബീഫ് വിത്ത് റൈസ്, പിന്നെ എല്ലാം സെയിം. ഇപ്പോൾ ഗോൾഡൻ അവറാണ്. അപ്പോൾ ആ ഒരു സ്കൈറേക്ക് ആ ഒരു ബ്യൂട്ടി ഉണ്ടോ? ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ഗോൾഡൻ ഫീലും, പിന്നെ താഴെ നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എൻജോയ് ദ ഗോൾഡൻ അവർ. അങ്ങനെ നമ്മൾ ജോർദാനിൽ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ജോർദാനിലെ അമ്മാനാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അമ്മാൻ സിറ്റി. ഒരു പ്രാവശ്യം നമുക്കിവിടെ വരണം ജോർദാനിൽ. നമ്മളിവിടുന്ന് കണക്ട് ചെയ്യാൻ പോകണം. ഇവിടുന്ന് കണക്ട് ചെയ്ത് നമ്മൾ ദുബായിക്ക് പോകും. ദുബായിലെത്തുമ്പോൾ ഒരു സമയമാവും, രാവിലെ 4:15 ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് 12 മണിക്ക് ഫ്ലൈറ്റ് ഉള്ളൂ. ഇപ്പം നമ്മൾ ഇവിടുത്തെ ലോക്കൽ ടൈം 9 o'clock പിന്നെ നമ്മൾ ലാൻഡ് ചെയ്യും. അങ്ങനെ നമ്മൾ ജോർദാൻ അമാൻ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. അങ്ങ് ദൂരെ ജോർദാൻ ഏവിയേഷൻ്റെ ഒരു ഫ്ലൈറ്റൊക്കെ കാണാം. എല്ലാവരും ഇറങ്ങാനുള്ള തിരക്കിലാണ്. നമ്മളിപ്പം അമാൻ എയർപോർട്ടിനകത്താണ്, ജോർദാനിൽ. അവിടെ ഒരു ഷവർമ ഷോപ്പിൽ ഇപ്പോൾ ഉള്ളത്. അവിടെ ഷവർമ ക്യൂറിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. 3 എണ്ണം, 1, 2, 3. ഇതാണ് ആ ഷവർമ ഷോപ്പ്. ഇവരുടെ കുറേ ഓപ്ഷൻസ് ഭയങ്കര ഡിഫറെൻറ്റ്. ഞങ്ങളൊരു ഫലാഫിൽ കഴിച്ചു വേറൊരു ഷോപ്പിൽ നിന്ന്. നല്ലായിരുന്നു, അടിപൊളിയായിരുന്നു. ഇത് കണ്ടോ, ഷ്രാക്ക് സാൻഡ്വിച്ച്, കമാജ് സാൻഡ്വിച്ച്, അറബി ബോക്സ്, അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഓർഡർ ചെയ്ത ഷ്രാക്ക് സാൻഡ്വിച്ചാണ്. ഞങ്ങൾ ഷവർമ ട്രൈ ചെയ്തു. അടിപൊളി ഷവർമ കേട്ടോ. ദുബായിലൊക്കെ കിട്ടുന്ന സെയിം രുചി, നമ്മുടെ സെയിം ഷവർമ തന്നെ, ഗ്രിൽഡ് ഷവർമ. പിന്നെ ഞങ്ങൾ ഫലാഫിൽ മേടിച്ചു. രണ്ടാമത് ഒന്നുകൂടെ ഫലാഫിൽ മേടിച്ചു. നല്ല ഫലാഫിൽ എന്ന് പറഞ്ഞാൽ നല്ല ഫലാഫിൽ, ഒരു രക്ഷയില്ല.
പിന്നെ ഞങ്ങൾ നമ്മുടെ ഫലാഫലിൻ്റെ ഇതും മേടിച്ചു. അങ്ങനെ ഞങ്ങളിതിപ്പം ജോർദാനിയൻ ഫുഡൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജോർദാനിയൻ എയർപോർട്ടിൽ. അടിപൊളി ഫലാഫൽ, ഒരു രക്ഷയില്ല, അടിപൊളി, സൂപ്പർ റിച്ച്. ഈ ഫലാഫൽ ശരിക്കും ഇഷ്ടപ്പെട്ടു. സോ നമ്മളുടെ ജേർണി ഫ്രം ജോർദാൻ ടു ദുബായ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആക്ച്വലി ഈ ഫ്ലൈറ്റാണ് നമുക്ക് രണ്ടുപേർക്കും, പാറൂൺ എനിക്കും കിട്ടിയിരിക്കുന്ന സെപ്പറേറ്റ് സ്ഥലത്താണ്, ഒരുമിച്ച് കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു ഇത് എയർബസ് ആണെന്ന് എക്സാക്ട്ലി ഷുവർ അല്ല, എനിക്ക് കാണാനും പറ്റുന്നില്ല. അകത്ത് കയറിയിട്ട് നമുക്ക് നോക്കാം എയർബസ് ആണോ അല്ലയോ എന്നുള്ളത്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ജോർദാനിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തു. ഇതൊരു എയർബസ് A320 നിയോ ഫ്ലൈറ്റാണ്. പിന്നെ നമ്മൾ അതിനകത്ത് കയറിയിട്ട് ഊനോ കളിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഒരു 2 hours ഫ്ലൈയിങ് ടൈം കാണിക്കുന്നുണ്ട്, 2.5 hours. അപ്പം നമ്മളൊരു 4:15 ആകുമ്പം ദുബായിലെത്തും. സോ ഇതാണ് നമുക്ക് ഫ്ലൈറ്റിൽ കിട്ടിയ ഫുഡ്. നമ്മുടെ ഈ ഫ്ലൈറ്റിൽ ചിക്കൻ ഉണ്ട് വിത്ത് സ്ട്രോഗനോ വിത്ത് ബീഫ് മീറ്റ് ബോൾസ് വിത്ത് ഹമ്മൂസ് അല്ല. ഇങ്ങോട്ട് വന്നപ്പോഴും ഇത് തന്നെ കിട്ടിയത്, തഹീന. ഓക്കെ, വിത്ത് തഹീന ആൻഡ് മീറ്റ് ബോൾസ് വിത്ത് സം ഹമ്മൂസ് വിത്ത് സം ഡെസേർട്ട്. ഫുഡ് ഇസ് ഗുഡ്. ഈ ഫ്ലൈറ്റിൻ്റെ ഗ്രൗണ്ട് സ്പീഡ് എന്ന് പറയുന്നത് 1115 km/h ആട്ടോ. അടിപൊളി സ്പീഡിലാണ് പോകുന്നത്. ജസ്റ്റ് ഇനി നമുക്ക് 1 hour മതി. നമ്മുടെ ലാൻഡിങ് ടൈം യഥാർത്ഥത്തിൽ 4:15 ആയിരുന്നു. പക്ഷേ ഇത് 3:41 എത്തും. അതായത് ഏകദേശം ½ an hour നേരത്തെ എത്തും ഈ ഫ്ലൈറ്റ്. പ്രധാന കാരണം ഇത് എയർബസ് A320 നിയോയാണ്. അപ്പോൾ നല്ല ഫാസ്റ്റാണ്. നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് എന്തായാലും ഇനി 1 hour ഉള്ളൂ. 1 hour 11 minutes ഉള്ളൂ. നമ്മൾ ഇനിയിപ്പോൾ നമുക്ക് 31 minutes ഉള്ളൂ. അപ്പോൾ ഇവിടെ കണ്ട സ്പീഡ് പറയുന്നുണ്ട്. ഇപ്പം 903 km/h കുറഞ്ഞു. -21 degrees Celsius. നമുക്ക് 166 kilometers പോയാൽ മതി. 900 km/h വന്നു. ഡിസെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, താഴോട്ട് ഡിസെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മളുടെ സ്വന്തം ദുബായ് എയർപോർട്ടിൽ നമ്മൾ ലാൻഡ് ചെയ്തു. ഓൾമോസ്റ്റ് 9 days ട്രിപ്പ് കഴിഞ്ഞ് നമ്മളങ്ങനെ ദുബായിലെത്തിയിരിക്കുകയാണ്. ജസ്റ്റിംബയാണ് നമ്മളെ പിക്ക് ചെയ്യാൻ വരുന്നത്. അപ്പോൾ ജസ്റ്റിംബയ്ക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. And from here we will head to our home. പാർക്കും അച്ഛനും ഗിഫ്റ്റ് കൊടുത്തു. ഞങ്ങൾ അങ്ങനെ ലാസ്റ്റില് വീട്ടിലെത്തി ഗൈസ്. അമ്മ രാവിലെ ഞങ്ങൾ ഇവിടുന്ന് 2 മണിക്ക് പോകുന്നു. അച്ഛനോട് ട്രോഫി ഒക്കെ കിട്ടി. ജസ്റ്റിംബ ഉണ്ട്, എല്ലാരും ഉണ്ട്. പൊട്ടിച്ച് നോക്ക്. പാർക്കും അച്ഛന് കൊണ്ടുവന്ന എന്താ നോക്ക്. ലാസ്റ്റ് ഞങ്ങൾ വീട്ടിൽ 5:20 എത്തി ഗൈസ്. ഞങ്ങൾ രാവിലെ ഇവിടെ ഒരു ദിവസം രാവിലെ ഇവിടുന്ന് പോയതല്ലേ, ഇതുപോലെ വെളുപ്പിനെ. $60 Swiss franc. ഇതെന്ത് സംഭവം നോക്ക്, അറിയോ? ഇത് കുനിഞ്ഞു നോക്ക്. Swiss Alps കിഴത്തുള്ളതാ. എങ്ങനെയുണ്ട്? ഇത് ഗോൾഡാ. ആ, പാർക്കുഞ്ഞ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് അച്ഛന് ഇത് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു. എന്നപ്പോ ഞാൻ പറഞ്ഞു നീ മേടിച്ചു കൊടുത്തു. സ്വിറ്റ്സർലൻഡ് സാധനമാണ്. അങ്ങനെ ലാസ്റ്റിൽ വീട്ടിലെത്തി, നല്ല ടയർഡായി. അപ്പോ ബൈ ബൈ. നമ്മുടെ 10 days സ്വിറ്റ്സർലൻഡ് ട്രിപ്പ് കഴിഞ്ഞ്, സ്വിറ്റ്സർലൻഡ് പാരീസ് ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളുമായി ഇനി നമുക്ക് വേറെ എവിടെയെങ്കിലും കണ്ടുമുട്ടാം. ബൈ ബൈ. അതുവരെ ബൈ ബൈ.